ആ എന്തുട്ടാ എന്തുട്ടെങ്കിലും ആവട്ടെ. ഗുഡ് മോർണിംഗ്. വീടിന്റെ പുറകു വശമാണ് ഈ കാണുന്നത്. ഇതവിടെയാണ് വീട്. ഇപ്പൊ ഒഴുക്കില്ല, തീരെ ഒഴുക്കില്ല. എന്തെങ്കിലും നടപടി ആവൂടാ അനിയ? നല്ല വലുതാണ്. കുഴപ്പമില്ല, നമുക്ക് എന്ത് മീനായാലും വലുതായാലും ചെറുതായാലും മീനായാൽ മതിയല്ലോ. കളയരുത് എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കയ്യിൽ ഇരിന്ന് തന്നിട്ട് പോവാടാ. അത് പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലാട്ടാ. മീനെ വലിക്കല്ല, മീനെ ചെറിയ മീനാണെന്ന് വെച്ചിട്ട് ഇത്ര അഹങ്കാരം പാടില്ല. ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പുഴയിൽ ചൂണ്ടയുടെ ഒരറ്റവും പിടിച്ച് മീന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അനിയൻ വിളിച്ചതാ. മുമ്മൂസ് വ്ളോഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂവിയ നീയേ പോരാ, അത് വാടാ. അല്ലെങ്കിൽ ഈ ചൂണ്ട പൊട്ടിച്ചിട്ട് പോകും. വലുതല്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല. പോകട്ടും. Hey, good morning. Good morning, Amar. കഴിഞ്ഞ പ്രാവശ്യത്തെ കടം റിഷാദ് വീട്ടിയിരിക്കുന്നു. എന്ത് മീനാണ് അങ്ങോട്ട് കാണിക്കണ? ഓ ചോര വരുന്നു. ഇതെന്ത് മീനാ? വളക്കൂരി എന്ന് പറയുന്നു. എന്ത് കൂരി? കൂരി അല്ലേ? ബ്ലഡ്. നീ കൈ അതിന്റെ ഉള്ളിലിട്ടിരിക്കേ? ഓ ചോര വരുന്നു. നോക്കി മീനൊക്കെ പിടിക്കാറുള്ളൂ. ഇതിന്റെ വലുതിനെ പിടിച്ചിട്ടുണ്ട്. പിടിച്ചു നേരത്തെ. ഇപ്പോഴിട്ട് വെച്ചേ ഹായ്. എത്ര കിലോ ഉണ്ടാവൂടാ? ചെറുതാണ്. 2 കിലോന്റെ അടുത്തുണ്ടാവൂല? ഇത് ചെറുതാണ്. സൂപ്പർ. മീമി വായോ ചട്ടിയിലേക്ക്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മീൻ പിടിച്ച് കാണിച്ചു തന്നിട്ട് എന്റെ കടം തീർന്നു. അപ്പൊ ഓക്കെ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡോട്ടർ. ഈ വല്ലാത്ത ഗുഡ് മോർണിംഗ് ആയി പോയത്. ആ സൂപ്പർ. പിടിക്കേ പിടിക്കടി പിടിക്കടി. ചക്കര പിടിക്കടി പിടിക്കടി ചക്കര. തോട്ടി മടി ഒക്കെ ഇതാണ്. വല്ലാത്ത ഗുഡ് മോർണിംഗ് ആയി പോയണ്ണ.
ഇതേ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മീൻ പിടിച്ച് കാണിച്ചു തന്നില്ലല്ലോ. അപ്പൊ ഈ പ്രാവശ്യം എന്തൊരു ബഹുമാനാ നോക്കി ചേട്ടത്തി അമ്മേനെ കാണുമ്പോ മുണ്ട കഴിച്ചിട്ട്. ഇത് അറക്കാൻ പോണ് നന്നാക്കാലോ. അത് തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. നന്നാക്കി കറി വെക്കണ വ്ളോഗ്. പൊളിഞ്ഞ് മീനെ പിടിച്ചുകൊണ്ടിരുന്നത് ഇത് ഇത്തിരിയെങ്കിലും വൃത്തിയുണ്ട്. ഇതിനെക്കാട്ടും വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ എടുത്തിട്ട് വരാം. അത് ഓടി പേടിച്ചിട്ട് ഓടിയതാ. ചോര ഡെഡായിട്ടില്ല, ഡെഡാവും. അക്കരെ നിനക്കിന്ന് മീന് ഫ്രഷ് ലൈവ് പുഴയെന്ന്. ആർ യു റെഡി ടു ഈറ്റ് ബേബി? നോ. എന്തേ കണ്ടപ്പോ വിഷമായോ? ചെറുതായിട്ട് വേണം. വാ കാണിച്ചു തരാം. വാ ഫിഷിനെ നോക്ക് നീയേ. എന്തേ വേണ്ടേ? ഫിഷിനെ വേണ്ടേ? ഫിഷിനെ വേണ്ടേ? പേടിച്ചു പേടിച്ചു. ഞങ്ങള് പക്ഷെ പേടിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരു ജീവനുണ്ട്. ചെരുവത്തിലിട്ട് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ജീവനെ പോലെ വെക്കാൻ. കരയണ്ട, ഞാൻ ഇപ്പൊ കുട്ടപ്പിനാക്കി തരാട്ടാ. ഇവിടെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു, വായിലൊരു ഹുക്ക് ഉണ്ടായിരുന്നു. മൊത്തം എത്ര ഹുക്ക്? 6 ഹുക്ക്. ഇവിടെ ഒരു ഹുക്കിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ മീൻ കിട്ടുന്നത്. അല്ലെങ്കിൽ കിട്ടില്ല. കാര്യങ്ങൾ പറയുക. ഉപ്പും കൂട്ടി ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉളുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ അവിടെ പൊക്കോളും. അതുകൊണ്ടാണ് ഉപ്പ് ഇടുന്നത്. പുഴയിലെ മീന് ഭയങ്കര ഉളുമ്പായിരിക്കും. ഒരു കുത്ത് കിട്ടി പൊട്ടി വേണ്ട, ചെറുതായിട്ട് അതിനെടുക്കുമ്പോ ചച്ചട വരല് ഇതിന്റെ വായിലായിരുന്നില്ലേ? ആയലല്ല, ഇങ്ങനെ ഉള്ളിക്കൂടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ ഹുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏത് മീനാലും ശരി അവിടെ നിൽക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഏത് മീനും അവിടെ നിന്നിരിക്കും, അടിക്കില്ല. അതോടുകൂടി അതിൻ്റെ പകുതി ജീവൻ അവിടെ പോകും. ഇതിൻ്റെ ഇതിൽ മുള്ളുണ്ട്, ചെള്ള്. ഇപ്പോൾ ആ മുള്ളാണ് കൊണ്ടത്. അല്ല, ഈ മുള്ള് നമ്മുടെ അറക്കവാളിൻ്റെ മുള്ളിൻ്റെ അതേ ഷാർപ്പിംഗ് ആണ്. കണ്ടോ, ചെറുതായിട്ട് കൊണ്ടു. നോക്കട്ടെ. വൈറ്റ് കളറായി തുടങ്ങി. ഭയങ്കര ബലല്ലേ? ഞാൻ മിക്കവാറും കിട്ടിയതാവും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ കഴിച്ചോണ്ട്. Come on, you can. So. എന്തുവാ
അങ്ങനെ ഇതാ പാവമീൻ കഷ്ണങ്ങളായിക്കൊണ്ടിരിക്കുന്നു. ചക്കരക്ക് ഇതോടുകൂടി മതിയായി. ഇനി മുളക് പുരട്ടി ഒരു വറക്കലുണ്ട്. ഫിഷ് ഞങ്ങൾക്ക് മാപ്പ് നൽകിയാലും ഞങ്ങള് തിന്നാൻ പോവാന്ന്. അത്യാവശ്യം അവിടെ മാംസം ഉണ്ട് അല്ലേ, തലയുടെ ഭാഗത്തും. വെട്ടുപിച്ചേ ആദ്യൊരു വെട്ടുപിച്ചേ. കഴിഞ്ഞു, ശുഭം. അപ്പൊ നമ്മള് കുറച്ച് മീൻ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു, കാരണം അത്ര അധികം നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇതെന്തിട്ടാ ചെയ്ത വിനാഗിരി ഇട്ടാ, വിനാഗിരി ഇട്ടിട്ട് ഇനി അതിന്റെ ഫ്രഷ് മീനായതുകൊണ്ട് അതിന്റെ മണമൊക്കെ കളയണമെന്ന് ഉപ്പിട്ടു. വീണ്ടും തിരുമ്പൽ. നമ്മളിത് വറക്കാനാ പോണ അല്ല വിച്ചിമ്മ? അങ്ങനെ ഇതാ മീൻ ക്ലീൻ ആയിരിക്കുന്നു. ഇനി നമുക്ക് ഇതില് മസാല ഇട്ട് വെറുക്കാനുള്ള സെറ്റപ്പ് ആക്കണം. ഇവിടുത്തെ കുക്ക് ഭയങ്കര ഫാസ്റ്റാ, നമുക്ക് വേണ്ടി കാത്തൊന്നും നിക്കൂല. അപ്പൊ വെളുത്തുള്ളി, ജീരകവും ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില. കുക്കിന് മുഖം കാണിക്കാൻ താല്പര്യമില്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി കോലത്തില ഞങ്ങള് രണ്ടാളും നിക്കണേന്ന്. അപ്പൊ മസാലയ്ക്കുള്ള സംഭവങ്ങൾ ഇങ്ങനെ വഴി വഴിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി മുളക് പൊടി. കണക്കൊന്നുമില്ല, സ്പൂണ് കണക്കും ഇതൊന്നും ഞങ്ങളടുത്ത് ചോദിക്കരുത്, ഞങ്ങൾ പറഞ്ഞു തരൂല, ഞങ്ങൾക്കറിയില്ല. മഞ്ഞൾപ്പൊടി, കുരുമുളക്, അവസാനമായി ഗരം മസാല പൊടി. അല്ല ഉപ്പിടണ്ടേ? വിനാഗിരി, ഉപ്പ്, ഇങ്ങോട്ട് നോക്ക്, ജിഞ്ചുനെ നോക്ക്, എക്സ്പ്രഷൻ കാണിക്കേ. എങ്ങനെയുണ്ട്? ആ മസാല പുരട്ടാണ്. മസാല ടെസ്റ്റ് ചെയ്ത് പോയി മനു, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. മാരിനേറ്റ് ചെയ്യാൻ, അങ്ങനെയല്ല ഇംഗ്ലീഷിൽ പറയാ, ഇനിയിപ്പോ പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന്. പാവമീ വല്ല ആവശ്യം ഉണ്ടായിരുന്ന. ഈ വീട്ടില് റിഷാദ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മീൻ അറിഞ്ഞില്ല എന്ന്. വഴി തെറ്റി വന്ന് ചൂണ്ടേമ കൊളത്തിയതാ. ഞങ്ങളുടെ കറിച്ചട്ടിയിലായിരുന്നു ഇപ്പൊ. അപ്പതേ റെഡി, ഉപ്പുണ്ട്. അപ്പൊ റെസ്റ്റ് ഇൻ പീസ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. റെസ്റ്റ് ഇൻ പീസാണ്. എത്ര നേരാ? ഞങ്ങക്ക് ഇഷ്ടമുള്ളപ്പെടുത്ത് ഓർക്കും, ടൈമൊന്നുമില്ല ഞങ്ങക്ക്. കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി വേപ്പില ഇട്ടു. നീ ഇന്ന് പറഞ്ഞ അനുസരണല്ലേ, നീങ്ങി എടുക്കാൻ പറഞ്ഞ നീങ്ങി എടുക്കൂല. അമ്മയില്ലാണ്ട് അടുപ്പത്തുനിന്ന് ചൂട്ടോട് കൂടി എടുത്തിട്ട് വന്നിരിക്ക. How is it? Super. Spicy? Yes. You like it? Yeah. അടിപൊളിയായില്ലേ? പിന്നെ ബോണ് ബോൺ. അങ്ങനെ മനുമോന് സൂപ്പറായിട്ട് ഇഷ്ടമായില്ലേ? മീന് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അയില.
അപ്പോൾ നമുക്കിനി കഴിക്കാൻ പോവാം. ഇത് കാളൻ. ഇനി പപ്പടം വറുക്കണ്ട. വെജ് കറി പിന്നെ ഇതിലിത്തിരി സാമ്പാറുണ്ട്. അതിലെന്തിട്ടോ അത്തച്ചി? പപ്പക്കായയുടെ ഉപ്പേരി. അപ്പം ഇതൊക്കെയാണ് വിഭവങ്ങൾ. ഇനി നമ്മുടെ താരങ്ങളെവിടെ? തൈര്, ഇത് ഇഞ്ചിക്കറി. ഉള്ളം ആർക്കും കൊടുക്കണ്ട അല്ലേ? നീ കഴിക്കാൻ പോവാ? ആ, ചോറ്, ചിക്കനും സ്പൂൺ വേണ്ട, ചിഞ്ചു വാരി തരാം. അതിനുണ്ട്. പറയൂ, ആർക്ക് വേണ്ടിയിട്ടാണോ ലൈവ് ഫിഷ് പിടിച്ചത് അയാള് കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നീ മീൻ എങ്ങനെയുണ്ടെന്ന് പറയടി. ആ മതി. ടൈറ്റായി. അങ്ങനെ ചക്കര മീന് കഴിച്ച് ആർമാദിച്ചിരിക്കുകയാണ് അല്ലേ ചക്കര? ശല്യം ചെയ്യരുതെന്നാണോ പറയുന്നത്? ശല്യം ചെയ്യരുത്. എങ്ങനെയുണ്ടായിരുന്നു? ഷോ, എൻ്റെ മോള് വീണിട്ട് വയ്യാണ്ടിരിക്കുക. അവസാനം എനിക്കും ബിനുവിനും ആകെ 2 കഷ്ണം കിട്ടിയുള്ളൂ. ഞങ്ങളുടെ മീൻ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വരുമോ? അയ്യോ ഒന്നും മിണ്ടാണ്ടിക്കടാ. ഇങ്ങോട്ട് കൊണ്ടുപോയി ക്ലോസപ്പ് കണ്ട. വെളുത്തുള്ളിയൊക്കെയാണ് എൻ്റെ ഫിഷ്. കഷ്ടകാലം. ഇങ്ങോട്ട് വരും. ബിച്ചിമാനെ ഷൂട്ട് ചെയ്യരുത്. നേരത്തെ ഓർഡർ ഉണ്ട്. ഇങ്ങോട്ട് വരൂ. കമോൺ. തരൂ. ഇല്ല. കണ്ട, വെൽ കുക്ക്ഡ്. അങ്ങനെ ഇന്നലെ ഇട്ട് വെച്ച ചൂണ്ടയിൽ അറിയാതെ കേറി കൊത്തിയ ആ മീന് എന്റെ വയറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലേ? പാവം മീൻ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ. എവിടെ കൈ കാണിച്ച്? പെയിന്റ് പോയി. എന്തോരം പെയിന്റ് പോയി? Oh no. Oh no. Oh no 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 no. ചക്കര സൈക്കിൾ ഓട്ടിയതാ. ഹാപ്പി?